ഹേ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് ഒരു ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചാമ്പയ്ക്ക നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കൊച്ചതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി അതാണ് ചിലതൊക്കെ കേടായിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയെടുത്തൊരു നല്ല ക്കണം. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ ചാമ്പയ്ക്കെല്ലാം അരിഞ്ഞിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെക്കണം. സോ ഗൈസ്, നമ്മളപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ആവശ്യത്തിനിടുക, കൂടിയും പോകരുത്. നമ്മളിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നമ്മളപ്പോൾ ഈ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പിലാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് വെക്കാം. വെച്ചു. ഓക്കെ, ഇനി ചാമ്പയ്ക്ക അതിന് മുമ്പ് വേറെ ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ കടുക് ഇടാൻ പോകുന്നു. ഇത്രയും. കടുക് പൊട്ടട്ടെ ഗൈസ്. അപ്പോൾ ഇത് പൊട്ടുന്നുണ്ട്, ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി പേടിയാവുന്നു. കുഴപ്പമില്ല. ആക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് മുളക് പൊടി 2 സ്പൂൺ ഇടാം. ഇത്ര മതി. മഞ്ഞപ്പൊടി ഇത്തിരി ഇട്ടാൽ മതി. ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചാമ്പയ്ക്കയും കൂടി ഇനി ഇടാം. തെറിച്ച് പോകുന്നു. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഉപ്പ് ഇനി ഇടണ്ട. നമ്മൾ നേരത്തെ ഇട്ടായിരുന്നല്ലോ, മറ്റേത് ഇളക്കിയായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇളക്കണം. ഓക്കെ, നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി. ഓക്കെ ഗൈസ്, അവസാനമായിട്ട് നമ്മൾ ഇച്ചിരി കായപ്പൊടി ഇട്ടു. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ ഇളക്കുകൊണ്ടിടെയാണ്. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ. ഇതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.